നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് കണ്ണുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കാണാനാണല്ലേ. ചെവികൾ ഉപയോഗിക്കുന്നതോ കേൾക്കാനാണ്. കൈകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പർശിക്കാനുള്ളതാണല്ലേ. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചില വികാരങ്ങൾ, ചിലപ്പോൾ ചില പ്രവർത്തനങ്ങൾ, അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയും ഇങ്ങനെയുള്ള ബോഡി പാർട്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഐ നീഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞ പെട്ടെന്ന് എന്താണ് മനസ്സിൽ വരുന്നത്? എനിക്കൊരു കൈ വേണം എന്നാണല്ലേ. എന്നാൽ ശരിക്കുള്ള അർത്ഥം അതാണോ? അല്ല. ഐ നീഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സഹായം വേണം. ഞാനൊരു സഹായം ചോദിക്കുകയാണ്, എനിക്കൊരു സഹായം വേണം എന്നാണ് ഐ നീഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമുക്കിന്ന് ഇങ്ങനെയുള്ള കുറച്ച് കോമൺ ഫ്രേസസ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് കൂടുതൽ മികച്ചതും അതുപോലെ കൂടുതൽ നാച്ചുറൽ ആവാനും സഹായിക്കും. ഒന്നാമത്തേത്, ഫേസ് ദ മ്യൂസിക്. ഫേസ് ദ മ്യൂസിക്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എന്തെങ്കിലും സ്പീക്കറിൻ്റെ മുമ്പിലാണോ എന്ന് വിചാരിക്കും അല്ലേ. എന്നാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? പരിണിത ഫലങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഹി ഹാഡ് ടു ഫേസ് ദ മ്യൂസിക് ആഫ്റ്റർ ഫെയിലിംഗ് ദ എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടതിന് ശേഷം അതിൻ്റെ പരിണിത ഫലങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ നോക്കാം. ഷി ന്യൂ ഷി ഹാഡ് ടു ഫേസ് ദ മ്യൂസിക് ഫോർ ഹർ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ തെറ്റിൻ്റെ ഫലം അവൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. വേറെ നോക്കാം. ഇഫ് യു ബ്രേക്ക് ദ റൂൾസ് യു വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് കേൾക്കേണ്ടി വരും, അല്ല മ്യൂസിക് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇഫ് യു ബ്രേക്ക് ദ റൂൾസ് യു വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിയമം ലംഘിച്ചാൽ നിങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ഫ്രേസ് നോക്കാം. ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണടക്കുക അല്ലെങ്കിൽ അവഗണിക്കുക എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. The teacher turned a blind eye when students whispered in class. സാധാരണയായിട്ട് ഒരു ക്ലാസ്സിൽ കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ പിറുപിറുത്തുകൊണ്ടിരുന്നാൽ ടീച്ചർ എന്ത് ചെയ്യും? പണിഷ് ചെയ്യാറുണ്ടല്ലേ, ശിക്ഷിക്കാറുണ്ട്, അതിൻ്റെ ആക്ഷൻ എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? The teacher turned a blind eye when students whispered in class എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ കണ്ണടച്ചു, അല്ലെങ്കിൽ ടീച്ചർ അത് അവഗണിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ അത് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചർ ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുത്തില്ല, അത് അവഗണിച്ച് കളഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ നോക്കാം. She saw them littering the street but turned a blind eye എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തെരുവിൽ ആരോ കുപ്പ അല്ലെങ്കിൽ വേസ്റ്റ് കളയുന്നത് കണ്ടു, പക്ഷെ എന്ത് ചെയ്തു? അവൾ അത് അവഗണിച്ചു, അവൾ ആരോടും പറഞ്ഞില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. She saw them littering the street but turned a blind eye. അവർ സ്ട്രീറ്റിൽ അല്ല തെരുവിൽ വേസ്റ്റ് കളയുന്നത് കണ്ടു, പക്ഷെ അവളത് അവഗണിച്ചു. വേറൊന്ന്. Sometimes it is easier to turn a blind eye to problems but it is not the right thing to do. അല്ലേ, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ പ്രശ്നങ്ങളെ കണ്ണടക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് ശരിയായ തീരുമാനമാണോ? അല്ല. പക്ഷെ അത് ശരിയായ തീരുമാനമല്ല. ഇനി വേറൊരു ഫ്രേസ് നോക്കാം. പ്ലേ ഇറ്റ് ബൈ ഇയർ. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്തർത്ഥമാണ് മനസ്സിലായി വരുന്നത്? ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കുക അല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം പോവുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് വാചകങ്ങൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്കിത് കൂടുതലായിട്ട് മനസ്സിലാകും. ഒന്നാമത്തേത്, we did not have a plan for our trip but we will just play it by ear എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയ്ക്കൊരു നിശ്ചിത പദ്ധതിയൊന്നുമില്ല, പ്ലാനൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കും അല്ലേ. we did not have a plan for our trip but we will just play it by ear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാത്രയ്ക്കൊരു നിശ്ചിത പ്ലാനും പദ്ധതിയും ഒന്നുമില്ല, എന്നാൽ ഞങ്ങളത് സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കും. വേറെ നോക്കാം.
I don't know the exact recipe, so I will just play it by ear. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കൃത്യമായ പാചകക്കുറിപ്പൊന്നും അറിയില്ല, എനിക്ക് പാചകത്തെക്കുറിച്ച് വ്യക്തമായി അറിയില്ല, എനിക്ക് കൃത്യമായ റെസിപ്പി ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒഴുക്കിനൊപ്പം പോകും എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ കുക്ക് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. വേറെ നോക്കാം. ലെറ്റ്സ് നോട്ട് പ്ലാൻ എവറിത്തിങ്, വി ക്യാൻ പ്ലേ ഇറ്റ് ബൈ ഇയർ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതായത് ലെറ്റ്സ് നോട്ട് പ്ലാൻ എവറിത്തിങ്, വി ക്യാൻ പ്ലേ ഇറ്റ് ബൈ ഇയർ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. വേറൊരു ഫ്രേസ് നോക്കാം. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കയ്യോ കാലോ ചിലവാകും എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും, ഇതിന് കൂടുതൽ വിലയുള്ളതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന് കൂടുതൽ വിലയുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് സെന്റൻസസ് നോക്കാം, അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകും. ദാറ്റ് ന്യൂ ഐഫോൺ കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പുതിയ ഐഫോൺ വളരെ ചെലവേറിയതാണ്, ആ പുതിയ ഐഫോൺ വളരെ എക്സ്പെൻസീവ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ പറയാ? ദാറ്റ് ന്യൂ ഐഫോൺ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. വേറെ നോക്കാം. റിപ്പയറിംഗ് ദ കാർ കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ്. റിപ്പയറിംഗ് ദ കാർ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ റിപ്പയർ ചെയ്യാൻ വലിയ തുക ചിലവാകും, കാർ റിപ്പയർ ചെയ്യാൻ വലിയ തുക ചിലവാകും. വേറെ നോക്കാം. എ ട്രിപ്പ് ടു യൂറോപ്പ് ക്യാൻ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറോപ്പിലേക്കുള്ള യാത്ര വളരെ ചെലവേറിയതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ ചെലവേറിയതാണ്, ഇതിന് വളരെ ചെലവുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വേറെ നോക്കാം. സ്റ്റാബ് ഇൻ ദ ബാക്ക്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുന്ന ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ വിശ്വാസവഞ്ചന ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് നമ്മൾ സ്റ്റാബ് ഇൻ ദ ബാക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നിൽ കുത്തുക അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. I trusted him, but he stabbed me in the back by stealing my idea. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവനെ വിശ്വസിച്ചു, പക്ഷേ അവൻ എൻ്റെ ആശയം മോഷ്ടിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. എന്ന് പറഞ്ഞാൽ എന്നെ പുറകിൽ നിന്ന് കുത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ നോക്കാം. An employee stabbed his boss in the back by leaking company's secret. അല്ലെ, ഒരു ജീവനക്കാരൻ കമ്പനി രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ആ കമ്പനിയുടെ ബോസിനെ പിന്നിൽ നിന്ന് കുത്തി അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസവഞ്ചന ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെന്താ? ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ സ്റ്റാബ് ഇൻ ദ ബാക്ക് വെൻ മൈ ടീംമേറ്റ് joined our rival team. It felt like a stab in the back when my teammate joined our rival team. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ടീംമേറ്റ് ഞങ്ങളുടെ എതിരാളികളുടെ ടീമിൽ ചേർന്നപ്പോൾ അത് പിന്നിൽ നിന്ന് കുത്തിയ പോലെ തോന്നി, അത് ഒരു വിശ്വാസവഞ്ചന ചെയ്തതുപോലെ തോന്നി. നമുക്കിനി വേറൊരു ഫ്രേസ് നോക്കാം. ഹോൾഡ് യുവർ ടങ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഹോൾഡ് യുവർ ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ നാവടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഐ വാണ്ടഡ് ടു ഷൗട്ട് അറ്റ് ഹിം ബട്ട് ഐ ഹെൽഡ് മൈ ടങ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അവനോട് ഉച്ച വെക്കണമെന്ന് തോന്നിയിരുന്നു അല്ലേ, ഷൗട്ട് ചെയ്യണമെന്ന് തോന്നിയിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ നാവ് അടക്കി. വേറെ നോക്കാം. ഹോൾഡ് യുവർ ടങ് ഡോണ്ട് സേ ദാറ്റ് ടു ഹർ. എന്ന് പറഞ്ഞാൽ എന്താണ്? നാവടക്ക്, അവളോടത് പറയരുത്. നിങ്ങൾ നാവടക്ക്, അത് അവളോട് പറയരുത്. വേറെ നോക്കാം. ഷി ഹെൽഡ് ഹർ ടങ് ഈവൻ ദോ ഷി വാസ് ആംഗ്രി. എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ദേഷ്യം വന്നിട്ടും അവൾ മിണ്ടാണ്ടിരുന്നു, അവൾക്ക് ദേഷ്യം വന്നിട്ടും അവൾ മിണ്ടാതിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഷി ഹെൽഡ് ഹർ ടങ് ഈവൻ ദോ ഷി വാസ് ആംഗ്രി. വേറെ നോക്കാം. ഇഫ് യു കാൺട്ട് സ്പീക്ക് പൊളൈറ്റ്ലി ഹോൾഡ് യുവർ ടങ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ അല്ലെ. ഇഫ് യു കാൺട്ട് സ്പീക്ക് പൊളൈറ്റ്ലി ഹോൾഡ് യുവർ ടങ്. വേറൊരു ഫ്രേസ് നോക്കാം. എ സേഫ് പെയർ ഓഫ് ഹാൻഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കാവുന്ന ഒരാൾ അല്ലെ, നന്നായി ജോലി ചെയ്യുന്ന
ഒരാളുടെ ഹെൽപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ സേഫ് പെയർ ഓഫ് ഹാൻഡ്സ്, വിശ്വസനീയമായ ഒരാൾ, നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എ സേഫ് പെയർ ഓഫ് ഹാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് സെന്റൻസസ് നോക്കാം, അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകും. ബേസിക്കലി എ സേഫ് പെയർ ഓഫ് ഹാൻഡ്സ് refers to someone who is reliable, trustworthy and capable of handling task well. ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. When it comes to organizing events, John has always proven to be a safe pair of hands. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റുകൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ ജോൺ എപ്പോഴും വിശ്വസനീയമായ ഒരാളാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അല്ലെ? When it comes to organizing events, John has always proven to be a safe pair of hands എന്ന് പറഞ്ഞാൽ ഇവന്റുകൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ ജോൺ എപ്പോഴും വിശ്വസനീയമായ ഒരാൾ എന്ന് തെളിയിച്ചിട്ടുണ്ട്. വേറെ നോക്കാം. We need a safe pair of hands to handle such an important project. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു പ്രൊജക്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് നന്നായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ആവശ്യമാണ്, നന്നായി ജോലി ചെയ്യുന്ന ഒരാൾ ആവശ്യമാണ്. എങ്ങനെ പറയാം? We need a safe pair of hands to handle such an important project. പേരെന്താ? He is a safe pair of hands when it comes to managing finances. അല്ലെ? സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ അവൻ വിശ്വസനീയമായ ഒരാളാണ് അല്ലെ? He is a safe pair of hands when it comes to managing finances എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? He is a safe pair of hands when it comes to managing finances. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഫ്രേസസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. We will see you again within another video. Thank you.